ജീവിതത്തിന്റെ വലിയ പരീക്ഷണങ്ങളെ മനോബലം കൊണ്ട് അതിജീവിച്ച മിടുക്കനായ ഒരു കുട്ടിയാണ് നീ. ഈ 10ാം ക്ലാസ് പരീക്ഷ നിനക്കൊരു പ്രശ്നമേ അല്ല. ആത്മധൈര്യത്തോടുകൂടി ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചെടുത്ത് പതറാതെ കൃത്യമായി പരീക്ഷ എഴുതുക. ആദ്യം തന്നെ സമയം ചെലവഴിക്കേണ്ടത് ഏത് ചോദ്യത്തിന് ഉത്തരം നൽകണം, ഏത് ചോദ്യം നന്നായി എഴുതാം എന്നതിന് ആയിരിക്കണം. ഡീപ്പായി ബ്രീത്ത് ചെയ്ത് പരീക്ഷയെക്കുറിച്ച് ഭയമില്ലാതെ, ഈ പരീക്ഷ എന്നെ മാത്രം പരീക്ഷിക്കാനല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കൂടി പരീക്ഷിക്കാനാണ് ചിന്തിക്കുക. എത്രമാത്രം നന്നായി അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചു എന്നൂടെ അറിയാനുള്ള പരീക്ഷ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ മാത്രം പരീക്ഷിക്കാനോ നിങ്ങളെ ക്രൂശിക്കാനോ അല്ല, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തന്നെ കാര്യക്ഷമത മനസ്സിലാക്കാൻ വേണ്ടിയാണ് പരീക്ഷകൾ പലപ്പോഴും ഉണ്ടാവുന്നത്. ആ ഒരു ആത്മധൈര്യത്തോടുകൂടി, ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ ഈ പരീക്ഷയെ നേരിടണം. ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ഒരാളാണ് അനിരുദ്ധ്. ഒരുപാട് സാധ്യതയുള്ള കുട്ടിയാണ്, ഒരുപാട് കഴിവ് തീർന്ന കുട്ടിയാണ്, ഒരുപാട് ടാലന്റുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഈ പരീക്ഷയിൽ മികച്ച വിജയം ഉണ്ടാവുന്നത് നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭാവിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്കിള് പ്രാർത്ഥിക്കാം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നല്ല ഒരു 10ാം ക്ലാസ് പരീക്ഷ അനുഭവം, മികച്ച മാർക്ക് നേടാൻ മിടുക്കനായ എന്റെ പ്രിയപ്പെട്ട കൊച്ചനിയൻ അനിരുദ്ധിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, വാമൻ അങ്കിൾ. Hola Anirudh, es un gusto saber que hoy es tu examen y tu cumpleaños. Te saludo, compañero mundialista desde acá de Ecuador, y deseo que siempre estés inundado de felicidad. De mi parte, Roger, y deseo de mi familia. Muchas felicidades. Hello Anirudh, it's nice to know that today is your exam and your birthday. I greet you follow World Cup from here in Ecuador, and I wish you to always be flooded with happiness. From me, Roger, and I wish my family many congratulations. അനിരുദ്ധ്, നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. പക്ഷെ അതിനുശേഷവും അനിരുദ്ധിൻ്റെ ചില പരിപാടികളുടെ ഫോട്ടോസുകളും വിവരങ്ങളും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു, അറിയുന്നുണ്ടായിരുന്നു. അനിരുദ്ധിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി എത്ര അത്ഭുതകരമായാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പരീക്ഷ എടുക്കുകയാണെന്ന് എനിക്കറിയാം. 17-ാം തീയതി പരീക്ഷ തുടങ്ങല്ലേ. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത്. അതിലെ വിജയപരാജയങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. ഇന്നേ വരെ ഞാൻ യാത്ര ചെയ്തിടത്തും ഞാൻ പ്രവർത്തിച്ചിടത്തും ഒന്നും എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് എത്രയാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. എൻ്റെ ഡിഗ്രിയുടെയോ PGയുടെയോ റിസൾട്ടിനെ കുറിച്ചും ആരും സംസാരിച്ചിട്ടില്ല. ജീവിതത്തിൽ വിജയിച്ച ആരുടെയും മാർക്ക് നമ്മൾ അന്വേഷിക്കാറില്ല. നരേന്ദ്രമോദിയുടെ മാർക്ക് ചിലരൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കില്ലേ. പോപ്പിൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് എത്രയാണെന്ന് നമ്മളിപ്പോൾ അന്വേഷിക്കാറില്ലല്ലോ. MD വാസുദേവൻ നായർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോൾ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ അവരുടെ ഇച്ഛാശക്തി കൊണ്ട്, ലക്ഷ്യബോധം കൊണ്ട്, വീക്ഷണം കൊണ്ടൊക്കെയാണ് വിജയിച്ചത്. അപ്പം അനിരുദ്ധിന് അത് വേണ്ടുവോളമുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ 10ാം ക്ലാസ് ഒന്ന് ജയിക്കണം. നമ്മൾ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അത് തീർച്ചയായിട്ടും നമുക്ക് ആത്മവിശ്വാസം തരും മുമ്പോട്ടുള്ള യാത്രയിൽ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട്, ഒരു ഭയവുമില്ലാതെ, ഒരു ആശങ്കയില്ലാതെ പരീക്ഷ എഴുതുക. നല്ല വിജയം ഉണ്ടാവും. കാരണം അനിരുദ്ധിനേക്കാളൊക്കെ എത്രയോ കഴിവ് കുറഞ്ഞ ആളുകൾ ഈ പരീക്ഷയെ ഈസി ആയിട്ട് ജയിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. എല്ലാ വിജയം ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. Hi Anirudh, this is Harsha. I hope you're going well. I believe it's your 10th standard exams, right? From the 17th. Very important, Anirudh. I remember my 10th standard exam like it was yesterday. I remember my hall ticket number as well. So I say it's important because once you clear your 10th standard, first of all, it gives you something to go by. You know, I've done something in life. And it sort of sets you up. I know there's always a second chance with your 12th standard and whatever, in case it doesn't go right with the 10th. But once you do your 10th standard well, now it just sort of sets you up for everything else. And I can see where the turmoil is, because we've got a T20 World Cup on. Sometimes I wonder if there's a T20 World Cup on at all, because with all the drama going on alongside. But you know what? We've had 4 T20 World Cups in the last 5.5, 6 years. There'll be another in 2 years. In between, there's a 50-over World Cup. There's 2 IPLs in between. It never really stops. So it's okay.
if I was you, I'd focus on the 10th standard and say, look, you know what, I'll show I can do it, and just allow myself to get full of confidence, great feeling that I've gone and done it. And then there's always other cricket to watch. So I hope it goes well. Show what you're made of. Cricket will keep coming. Cheers. Do stay in touch. ഹലോ അനിരുദ്ധ് കൃഷ്ണന്മാരാത്തനാണ് അതെന്ന് വിചാരിക്കുന്നു. അനിരുദ്ധിന് 17-ാം തീയതി തൊട്ട് ബോർഡ് എക്സാം ആണെന്ന് അറിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം എഴുതുക, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കുഞ്ഞു ഫിലോസഫി ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്ത് ശ്രമിച്ചാലും ഞാൻ ആ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. ആ ഫിലോസഫി ഇത്രയേ ഉള്ളൂ: നമ്മൾ മാക്സിമം എഫർട്ട് ഇടുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, എന്ത് റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അനിരുദ്ധിനോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. മാക്സിമം എഫർട്ട് ഇടുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, എന്ത് റിസൾട്ട് ചിന്തിക്കുക വേണ്ട. God bless you, dear. Love you. Ma. ഹായ് അനിരുദ്ധ്, നെക്സ്റ്റ് വീക്ക് 10th ബോർഡ് എക്സാം തുടങ്ങുകയാണല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. അനിരുദ്ധന് നല്ല മാർക്ക് കിട്ടും, ഷുവറാണ്. ടെൻഷനൊന്നും വേണ്ട. അനിരുദ്ധന് നല്ല മെമ്മറി പവർ ഉണ്ടെന്ന്. ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്ക് കിട്ടും, പഠിച്ചാൽ മതി കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Once again, all the best. Thank you. ഹലോ അനിരുദ്ധ്, അപ്പോൾ പരീക്ഷ വരണ നന്നായിട്ട് എഴുതുക, ടെൻഷൻ എടുക്കാണ്ട് എഴുതുക, പ്രഷറില്ല. ആര് പറഞ്ഞാലും ഒരു പ്രഷർ എടുക്കാണ്ട് നന്നായിട്ട് എഴുതുക, നല്ല മാർക്കോടുകൂടി പാസ്സാവാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ് അനിരുദ്ധ് ബ്രോ, സുഖാന്ന് വിചാരിക്കുന്നു. ഈ വരുന്ന 17-ാം തീയതി ബോർഡ് എക്സാമാണ്. നന്നായി പഠിക്കൂ, ടെൻഷനില്ലാണ്ട് ഇരുന്ന് നല്ലോണം പഠിക്കുക. ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല കോൺഫിഡൻസിൽ നന്നായി പഠിക്കുക, ടെൻഷനൊന്നും ഇല്ലാണ്ട്. ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാവരും ഉണ്ട് കൂടെ. ഓക്കെ ബ്രോ, ഓൾ ദ ബെസ്റ്റ് ബ്രോ. ഹലോ അനിരുദ്ധേ, ബിപിൻ ജോർജാണ്. എന്നെ ഉണ്ടോ സുഖമാണോ നിനക്ക്? പരീക്ഷയൊക്കെ വന്നെന്ന് പറഞ്ഞ്? പരീക്ഷയൊക്കെ വളരെ കൂളായിട്ട് എഴുതട്ടാ, ഒരു ടെൻഷനും വേണ്ട. പരീക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ കൂളാണ് കേട്ടാ. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാൻ പോയാൽ മതി, ഒരു സ്ട്രെസ്സും വേണ്ട. ഓക്കെ, ലവ് യുടാ. Anirudh, your courage, hard work, focus and deep love for cricket truly reflects the strength of your spirit. Every challenge you face is shaping you into a champion, not just in the game, but in life and in your studies as well. Keep working hard and keep believing in yourself. You're inspiring, unstoppable, and we are all cheering for you. Hi Anirudh, how are you? I heard that your exams are on 17th February. I hope you are doing well and preparing well. This is also the cricket season coming up. I also heard that you are a cricket fan. Anirudh, all the best. God bless. Do well. May you pass out with flying colors. God bless. ഹലോ അനിരുദ്ധ് മോനെ എന്നെ ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്താണ്. പക്ഷേ അനിരുദ്ധ് എന്നെ മറന്നു പോകാൻ ചാൻസ് ഉണ്ടെങ്കിലും ഞാൻ അനിരുദ്ധിനെ ഒരിക്കലും മറന്നു പോവില്ല. ഞാനെന്നല്ല, ഒരു തവണ ജീവിതത്തിൽ അനിരുദ്ധിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആരും പിന്നീട് മോനെ മറന്നു പോവില്ല. അത്രയധികം പോസിറ്റിവിറ്റി, അത്രയധികം പ്രത്യേകതകൾ ആ ഒരു കാഴ്ചയിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന വ്യക്തിയാണ് അനിരുദ്ധ്. അതുകൊണ്ടാണ് ഇപ്പോഴും അനിരുദ്ധിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്കറിയാം. 17-ാം തീയതി പരീക്ഷയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അനിരുദ്ധിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല, വിഷയമേ അല്ല. ഇതുവരെ നേടിയ വിജയങ്ങൾ പോലെ 10ാം ക്ലാസ് പരീക്ഷയും പുഷ്പം പോലെ അനിരുദ്ധ് ഫുൾ A+ഓടുകൂടി, ഫുൾ മാർക്കോടുകൂടി ഏറ്റവും മികച്ച വിജയം നേടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, ഉറപ്പായിട്ടും ജയിക്കും. പിന്നെ അതിനിടയിൽ 2020 ലോകകപ്പ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ചെറിയ തോതിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഇടയ്ക്ക് ക്രിക്കറ്റിൻ്റെ വിശേഷങ്ങൾ നോക്കാം, നന്നായിട്ട് പഠിക്കാം, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം. 2020 ലോകകപ്പ് ഇന്ത്യ നിലനിർത്തും, വൻ വിജയം നേടും. 10ാം ക്ലാസ് പരീക്ഷ അനിരുദ്ധും വൻ വിജയം നേടും. നമുക്ക് എല്ലാവർക്കും അനിരുദ്ധ് എന്ന് പറയുന്നതിന് വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ്, വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം കുറച്ച് വൈകിപ്പോയെന്നറിയാം, എങ്കിലും ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ആശംസകൾ.
എല്ലാം കൊണ്ടും സന്തോഷമുള്ള സമയമാണ്, സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഞങ്ങളെല്ലാവരും അനിരുദ്ധിനോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ അനിരുദ്ധുണ്ട്. നമ്മളെയും അനിരുദ്ധ് എപ്പോഴും ഓർക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അനിരുദ്ധിനെ അത്രയേറെ ഇഷ്ടമാണ്. അനിരുദ്ധിൻ്റെ ഓരോ വളർച്ച, ഓരോ മുന്നോട്ട് പോക്ക്, ഓരോ സ്റ്റെപ്പ് അനിരുദ്ധ് മുന്നോട്ട് പോകുമ്പോഴും നമുക്കെല്ലാം അത് വലിയ സന്തോഷമാണ്. അങ്ങനെ ഇനി ഒരുപാട് ജീവിത വിജയങ്ങൾ നേടാൻ അനിരുദ്ധിന് സാധിക്കട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ വൻ വിജയം നേടിയെന്ന് അച്ഛൻ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്തോ അറിയുന്ന ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഒപ്പം 2020 ലോകകപ്പിൽ ഇന്ത്യ അപ്പടിക്കട്ടെ. ഇനി ഒരുപാട് പിറന്നാൾ ആശംസകൾ. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. അപ്പോൾ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.